എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് ലൂയിസ് കാരലിൻ്റെ ആലീസ് ഇൻ വണ്ടർലാൻഡ് അഥവാ അത്ഭുത ലോകത്തിലെ ആലീസ് എന്ന നോവലിൻ്റെ രണ്ടാം ഭാഗം. ആ പാവം ബില്ലിൻ്റെ തലയിൽ അവരീതും കെട്ടിവെച്ചു. ഞാനായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. വളരെ കുടുസായ ഒരു പുകക്കുഴൽ. ഞാനൊന്ന് തുഴിച്ചു നോക്കിയാലോ? ആലീസ് പുകക്കുഴലിനിടയിലൂടെ കാൽ കഴിയുന്നിടത്തോളം വലിച്ചു വെച്ചു. എന്നിട്ട് ചെവിയോർത്തു. പുകക്കുഴലിൻ്റെ ചുമരിലാരോ മാന്തുകയും പിടിക്കുകയും ചെയ്യുന്ന ശബ്ദം. ബില്ല് തന്നെ, അവൾ വിചാരിച്ചു. ഉടനെ തൻ്റെ കാൽ നീട്ടി ആ ചുമരിൽ അവൾ ആഞ്ഞു തൊഴിച്ചു. വീണ്ടും കാതോർത്തു. ഒന്നിച്ചൊരു ശബ്ദം പുറത്തുയർന്നു. ബിൽ ദേ തെറിച്ചു വീഴുന്നു. പിന്നീട് മുയലച്ചൻ്റെ ശബ്ദം. ആ കുറ്റിച്ചെടിയുടെ അടുത്താ വീണത്, ഇങ്ങെടുത്തുകൊണ്ടുവാ. വീണ്ടും നിശബ്ദത. തുടർന്ന് എല്ലാവരും കൂടി ഒരു ബഹളം. ബ്രാൻഡി, നീ അവൻ്റെ തല പിടിക്ക്, ശ്വാസം മുട്ടിക്കല്ലേ. ബിൽ, നിനക്ക് എന്താ പറ്റിയേ? അപ്പോൾ അവ്യക്തമായി ഒരൊച്ച ആലീസ് കേട്ടു. ബില്ലാണതെന്ന് അവൾക്ക് മനസ്സിലായി. എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്. എന്തോ വന്ന് ആഞ്ഞടിച്ചു. ഒരു റോക്കറ്റ് പോലെ ഞാൻ തെറിച്ചും പോയി. ഹാ. മറ്റുള്ളവർ സ്തബ്ധരായി നിന്നു. നമുക്ക് ഈ വീട് കത്തിച്ചു കളയാം, മുയിലച്ചൻ പറയുന്നത് കേട്ടു. ഇതെങ്ങാനും കത്തിച്ചാൽ എൻ്റെ ദിനായി ഞാൻ നിങ്ങൾക്ക് നേരെ വിടും, ആലീസ് കഴിയുന്നത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി. ഇനി എന്താണാവോ അവർ ചെയ്യുക? ഈ മേൽക്കൂര പൊളിച്ചു മാറ്റാനുള്ള വിവരം അവർക്കുണ്ടായിരുന്നെങ്കിൽ, ആലീസ് ആശിച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. വീണ്ടും അനക്കങ്ങൾ കേട്ടു തുടങ്ങി. ഒരു കൈവണ്ടി നിറയെ കല്ല് കിട്ടിയാൽ കാര്യം സാധിക്കാം, മുയലച്ചൻ പറയുന്നത് കേട്ടു. ഒരു കൈവണ്ടി കല്ലോ? ആലീസിന് സംശയം തോന്നി. സംശയം തീരും മുമ്പേ കല്ലുകൾ മഴ പോലെ വന്നു വീഴാൻ തുടങ്ങി. ജനാലയുടഞ്ഞു. ചില കല്ലുകൾ അവളുടെ മുഖത്തും വന്നു വീണു. ഇതൊന്ന് അവസാനിപ്പിച്ചേ പറ്റൂ, ആലീസിന് തോന്നി. അവൾ ശബ്ദമുയർത്തി. അനങ്ങാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്. ഇത് കേട്ടതോടെ പരിസരം വീണ്ടും മൂകമായി. ആലീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സംഭവം അവിടെ നടന്നു. മുറിക്കകത്ത് അവൾക്കരികിൽ വീണ കല്ലുകളെല്ലാം കേക്കുകളായി മാറുന്നു. ഇത് കണ്ടപ്പോൾ ആലീസിനൊരു ആശയം തോന്നി. ഒന്നെടുത്ത് തിന്നു നോക്കിയാലോ? തീർച്ചയായും എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകും. ഇനി വലുതാകുമെന്ന് തോന്നുന്നില്ല, ചെറുതാകാനേ വഴിയുള്ളൂ. അവൾ ഒരു കഷ്ണം കേക്ക് എടുത്ത് തിന്നു. ഉടനെ ആലീസ് ചെറുതാകാൻ തുടങ്ങി. അവൾക്ക് സന്തോഷം അടക്കാനായില്ല. ഇപ്പോൾ വലിപ്പം നന്നേ കുറഞ്ഞു. വാതിലിലൂടെ പുറത്തു കടക്കാമെന്നായി. അവൾ ഇറങ്ങിയോടി. വീടിന് പുറത്തെത്തിയപ്പോൾ അവിടെ വലിയൊരു കൂട്ടം അവൾ കണ്ടു. പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും. ബില്ലെന്ന പാവം പല്ലി. അവർക്കിടയിൽ 2 പന്നിക്കുട്ടികളുടെ കയ്യിൽ കിടന്ന് എന്തോ കുടിക്കുന്നു. ആലീസിനെ കണ്ടതോടെ അവരൊക്കെ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. ആലീസ് ഉണ്ടോ നിൽക്കുന്നു. ജീവനും കൊണ്ട് അവൾ പറന്നു ഓടി ഒരു മരക്കൂട്ടത്തിനിടയിൽ മറഞ്ഞു. അതിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ആലീസ് വിചാരിച്ചു, ആദ്യം തന്നെ എനിക്കെൻ്റെ ശരിയായ വലിപ്പം കിട്ടണം. എന്നിട്ട് വേണം മനോഹരമായ ആ പൂന്തോട്ടത്തിലൊന്ന് കടക്കാൻ. ഇത് തന്നെ ഏറ്റവും പറ്റിയ രീതി. ആശയം നല്ലതാണ്, പക്ഷേ ഇതെങ്ങനെ നടപ്പിലാക്കും? അതേപ്പറ്റി അവൾക്കൊന്നും അറിയില്ല. അപ്പോൾ ആരോ തൻ്റെ തലയ്ക്ക് മുകൾ ഭാഗത്തിരുന്ന് ശബ്ദിക്കുന്നത് അവൾ കേട്ടു. അവൾ തല ഉയർത്തി നോക്കി. വലിയ ഉണ്ടക്കണ്ണുകളുള്ള ഒരു ഭീമാകാരൻ നായ്ക്കുട്ടി അവളെ നോക്കി അതങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് കൈ നീട്ടി അവളെ തൊടാനും അത് ശ്രമിക്കുന്നുണ്ട്. പാവം, ആലീസ് പറഞ്ഞു. അവൾ അതിനെ ചൂളമടിച്ച് വിളിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവൾക്ക് പേടി തോന്നി. അതെങ്ങാനും വിശന്നിരിക്കുകയാണെങ്കിലോ? തൻ്റെ കഥ കഴിഞ്ഞതു തന്നെ. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ചുള്ളിക്കമ്പെടുത്ത്
അവൾ ആ നായ്ക്കുട്ടിക്ക് നേരെ നീട്ടി. സന്തോഷത്തോടെ 4 കാലും പൊക്കി അവൻ അതിനു നേരെ ചാടി. ആലീസ് ചാടി മാറി. വീണ്ടും ചുള്ളിക്കമ്പെടുത്ത് അവൾ മറ്റൊരിടത്ത് വന്നു നിന്നു. ഉടനെ അതങ്ങോട്ട് ചാടി. പക്ഷെ പാവം, അത് തലയും കുത്തി വീണു. ആ നായ്ക്കുട്ടിക്കടിയിൽ പെട്ടുപോകാതെ ആലീസ് പേടിച്ച് ഓടിമാറി. അവൻ വീണ്ടും ചാടിക്കൊണ്ടിരുന്നു. ചാടുമ്പോഴൊക്കെ കുരയ്ക്കുകയും ചെയ്തു. അവസാനം കിതപ്പോടെ നാക്കും നീട്ടി കണ്ണുകൾ പകുതിയടച്ച് അവൻ ഒരിടത്തിരിപ്പായി. ഇത്തിരി വിശ്രമിക്കട്ടെ, ഇത് തന്നെ രക്ഷപ്പെടാനുള്ള അവസരമെന്ന് ആലീസിന് തോന്നി. ശ്വാസമടക്കി അവൾ അവിടെ നിന്നും ഓടിയകന്നു. അപ്പോഴും ആ നായ്ക്കുട്ടിയുടെ കുര അവളുടെ ചെവികളിൽ വന്നലച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഒരു നായ്ക്കുട്ടിയവൻ, ആലീസ് സ്വയം പറഞ്ഞു. അടുത്ത് കണ്ട ഒരു ചെടിയിൽ തല ചായ്ച്ച് അതിൻ്റെ ഇലയെടുത്ത് വീശിക്കൊണ്ട് അവൾ വിശ്രമിച്ചു. എനിക്ക് എൻ്റെ ശരിയായ വലിപ്പമുണ്ടായിരുന്നെങ്കിൽ ഈ നായ്ക്കുട്ടിയെ പല വിദ്യകളും ഞാൻ പഠിപ്പിച്ചേനെ. ഹോ, എനിക്കിനിയും വളരണം. ഞാനതങ്ങ് മറന്നുപോയി. എന്നാൽ അതെങ്ങനെ പറ്റും? ഇനിയും എന്തെങ്കിലും കുടിക്കുകയോ തിന്നുകയോ വേണം. എന്നാൽ എന്തു തിന്നും? അതല്ലേ പ്രശ്നം. ആലീസിന് അതൊരു വലിയ പ്രശ്നമായിരുന്നു. അവൾ ചുറ്റുമുള്ള പൂവുകളിലും പുൽക്കൊടികളിലും കണ്ണോടിച്ചു. ഒന്നും തിന്നാൻ പറ്റിയവയല്ല. അപ്പോൾ ഒരു കൂണ് തൊട്ടടുത്ത് നിൽക്കുന്നത് അവൾ കണ്ടു. വളർന്ന് വളരെ വലുതായൊരു കൂണ്. അവളുടെ പൊക്കത്തിനൊപ്പം അതിൻ്റെ അടിഭാഗവും വശങ്ങളും അവൾ ചുറ്റി നടന്ന് പരിശോധിച്ചു. അപ്പോൾ തോന്നി അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് നോക്കാമെന്ന്. പെരുവിരലിൽ എത്തി നിന്ന് അവൾ നോക്കി. അവൾക്ക് ആശ്ചര്യം തോന്നി. ഒരു വലിയ നീല പുഴുവുണ്ട് ആ കൂണിൻ്റെ മുകളിലിരിക്കുന്നു. കൈകൾ മടക്കി കെട്ടിവെച്ചിരിക്കുകയാണവൻ. നീണ്ടൊരു ഹുക്കയും കത്തിച്ച് വലിച്ചു കൊണ്ടാണ് ഇരിപ്പ്. യാതൊന്നിലും ഒരു ശ്രദ്ധയുമില്ലാതെ മൂപ്പർ അങ്ങനെ എങ്ങിയിരിക്കുന്നു. പുഴുവാശാനും ആലീസും അല്പനേരം പരസ്പരം നോക്കിയിരുന്നു, ഒന്നും മിണ്ടാതെ. പിന്നെ പുഴുവാശാൻ വായിൽ നിന്ന് ഹുക്കയെടുത്തു. എന്നിട്ട് ആലീസിനോട് അലസമായി ചോദിച്ചു, നീ ആരാ? ആലീസിന് ആ ചോദ്യം അത്ര പിടിച്ചില്ല. ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുക? എങ്കിലും അവൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ആരായിരുന്നു എന്ന് മാത്രം എനിക്കറിയാം. അതിനുശേഷം എനിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വന്നെന്നോ? എന്താ പറഞ്ഞേ? വ്യക്തമായി പറയൂ, പുഴു ഗൗരവത്തിൽ ആവശ്യപ്പെട്ടു. വ്യക്തമായി പറയാനൊന്നും എനിക്കാവില്ല. കാരണം ഈ ഞാനില്ലേ, ഇത് ഞാനല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പുഴുവാശാൻ പറഞ്ഞു. കൂടുതൽ വിശദീകരിക്കാൻ എനിക്കറിയില്ല. ഒരു ദിവസത്തിനുള്ളിൽ എൻ്റെ വലിപ്പം എങ്ങനെയൊക്കെയോ ആയി എന്ന് പറയാൻ തന്നെ വലിയ വിഷമമാ, ആലീസ് സൗമ്യമായി പറഞ്ഞു. ഇതിലെന്താണിത്ര വിഷമിക്കാൻ? നിനക്കിത് മനസ്സിലാവില്ല. കാരണം നിനക്കിതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ, അവൾ പറഞ്ഞു. നീ ഒരു ദിവസം ഒരു പ്യൂപ്പയായി മാറും, പിന്നെ ഒരു പൂമ്പാറ്റയായി മാറും. അപ്പോൾ നിനക്ക് മനസ്സിലാകും എൻ്റെ വിഷമം. ഇല്ലില്ല, പുഴുവാശാൻ നിഷേധിച്ചു. ശരിയായിരിക്കാം, ആലീസ് വിട്ടുകൊടുത്തില്ല. എൻ്റെ മനസ്സല്ലല്ലോ നിനക്ക്. എന്തായാലും എനിക്കിതെല്ലാം വളരെ വിചിത്രമായി തോന്നുന്നു. നിനക്കോ? പുഴുവാശാൻ അല്പം പരിഹാസത്തോടെ ചോദിച്ചു. അതിന് നീ ആരാണ്? ആലീസിന് ശരിക്കും ദേഷ്യം വന്നു. അവൻ്റെ ഒരു ചോദ്യം കേട്ടില്ലേ? തല ഉയർത്തി ഗൗരവത്തോടെ അവൾ തിരിച്ചു ചോദിച്ചു. ആദ്യം നീ ആരാണെന്ന് പറയ്. എന്തിന്? പുഴുവാശാൻ ചോദ്യത്തെ നേരിട്ടു. വീണ്ടും പ്രശ്നമായി. ഇതിനെന്തു കാരണം പറയും? പുഴുവാശാൻ തീരെ ഇഷ്ടമില്ലാത്ത ഭാവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആലീസ് തിരിഞ്ഞു നടന്നു. ഇവിടെ വാ, പുഴുവാശാൻ അവളെ വിളിച്ചു. നിന്നോടെനിക്ക് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ആലീസിനത് ശരിക്കും ഇഷ്ടപ്പെട്ടു. അവൾ പുഴുവിൻ്റെ അടുത്തേക്ക് വീണ്ടും നടന്നു. പെട്ടെന്നിങ്ങനെ ദേഷ്യപ്പെടരുത്, അവൻ പറഞ്ഞു. ഇതാണോ കാര്യം?
ദേഷ്യം കടിച്ചമർത്തി ആലീസ് ചോദിച്ചു. അല്ല, പുഴുവാശാൻ പറഞ്ഞു. വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. പുഴുവാശാൻ കുറച്ചു നേരം ഏകാഗ്രതയോടെ ഹുക്ക വലിച്ചിരുന്നു. എന്നിട്ട് മടക്കി വെച്ച കൈകൾ അവൻ നിവർത്തി. വായിൽ നിന്ന് ഹുക്കയെടുത്ത് ആലീസിനോട് പറഞ്ഞു. നിനക്ക് മാറ്റം വന്നെന്നല്ലേ നീ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെ, ആലീസ് സമ്മതിച്ചു. ഞാനൊക്കെ മറന്നുപോയി. പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും. ഒരു 10 നിമിഷം പോലും എനിക്കൊരേ രൂപത്തിലിരിക്കാൻ കഴിയുന്നില്ല. നീ എന്താ മറന്നുപോയത്? പുഴുവാശാൻ ചോദിച്ചു. ഉദാഹരണത്തിന്, എങ്ങനെയാണ് ആ കൊച്ചു തേനീച്ച? ആ പാട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ വരികളും വാക്കുകളും മാറിപ്പോകുന്നു, ദുഃഖത്തോടെ ആലീസ് പറഞ്ഞു. പ്രായമായൊരപ്പച്ച എന്ന് തുടങ്ങുന്ന ഈ പാട്ടൊന്ന് ചൊല്ലി നോക്കൂ, അവൻ പറഞ്ഞു. കൈകൾ മടക്കി വെച്ച് ആലീസ് ചൊല്ലിത്തുടങ്ങി. മൂത്ത് നരച്ചോരപ്പച്ച, മുടി നരച്ചോരപ്പച്ച, തലയും കുത്തി നിൽക്കുവത് ശരിയോ നിന്നുടെ പ്രായത്തിൽ? ചെറുപ്പകാലത്തെന്മകനെ തലയ്ക്ക് കേടെന്നോർത്തു ഞാൻ, ഭയമില്ലിന്നീ പ്രായത്തിൽ, അതിനാലിന്നിതു ചെയ്യുന്നു. മൂത്തു നരച്ചോരപ്പച്ച, ചീർത്തു തടിച്ചോരപ്പച്ച, കുട്ടിക്കരണം അറിയാനായി കഴിവതെങ്ങനെ ഇപ്പോഴും? ചെറുപ്പകാലത്തെന്മകനെ ചില്ലിക്കാശിന് കിട്ടുന്ന എണ്ണ പുരട്ടി മേലാകെ കസർത്തു ചെയ്തു ഞാനെന്ന്, നിനക്ക് വേണേൽ തന്നിടാം കുംഭകുരുക്കിയപ്പച്ചൻ. തല നരച്ചോരപ്പച്ച, പല്ലു കൊഴിഞ്ഞോരപ്പച്ച, താറാവൊന്നിന് ഞൊടിയിടയിൽ എല്ലും കൊക്കും കളയാതെ എങ്ങനെ തിന്നു ചൊല്ലാമോ? ആയൊരു കാലത്തെന്മകനെ പയറ്റുകൾ പലത് പയറ്റി ഞാൻ, കെട്ടിയ പെണ്ണോട് തർക്കിച്ചു താടിയെല്ലിനുറപ്പാക്കി, ഇപ്പോഴും അത് നീ കണ്ടില്ലേ? ഉത്തമ ബലമുണ്ടിപ്പോഴും. പ്രായമായോരപ്പച്ച, ശ്രദ്ധ കുറഞ്ഞോരപ്പച്ച, മൂക്കിൻ തുമ്പിൽ മത്സ്യത്തെ വീഴാതെങ്ങനെ നിർത്തുന്നു? ഇതുവരെ നിന്നോടുത്തരമായി 3 കാര്യം ചൊല്ലി ഞാൻ. അരുതിനി എന്നോടൊരു ചോദ്യം. പിള്ളേരിങ്ങനെ പാടില്ല, കടന്നു വേഗം പോയില്ലേൽ തൊഴി വാങ്ങിക്കും കേട്ടോടാ, ആലീസ് ചൊല്ലി നിർത്തി. ചൊല്ലിയത് ശരിയായില്ല, പുഴുവാശാൻ പറഞ്ഞു. മുഴുവനും ശരിയല്ല, ചില വാക്കുകൾ മാറിപ്പോയി. ആലീസ് ഒന്ന് പരിങ്ങി. തുടക്കം തൊട്ട് ഒടുക്കം വരെ തെറ്റി, പുഴുവാശാൻ അധികാരഭാവത്തിൽ പറഞ്ഞു. ഇത്തിരി നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ ചോദിച്ചു. നിനക്കിപ്പോ ഏത് വലിപ്പത്തിലാകണം? ഹോ, അങ്ങനെയൊന്നുമില്ല. വലിപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറാതിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ആലീസ് പറഞ്ഞു. മനസ്സിലായില്ല, പുഴുവാശാൻ മുരണ്ടു. ആലീസ് ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ ഒരുത്തനെ ആദ്യമായി കാണുകയാണ്. എന്ത് പറഞ്ഞാലും തർക്കിക്കും. അവൾക്ക് ദേഷ്യം വന്നു തുടങ്ങി. നീ ഇപ്പോൾ സന്തോഷവതിയാണോ? അവൻ ചോദിച്ചു. ഒരിത്തിരി കൂടി വലിപ്പം വേണമായിരുന്നു. ഇപ്പോൾ 3 ഇഞ്ച് പൊക്കമേ എനിക്കുള്ളൂ. അത് മഹാമോശമാ, ആലീസ് പറഞ്ഞു. 3 ഇഞ്ച് പൊക്കം അത്രയ്ക്ക് മോശമാണോ? തന്നിഷ്ടത്തോടെ പുഴുവാശാൻ ചോദിച്ചു. അവന് 3 ഇഞ്ച് പൊക്കമേ ഉള്ളൂ. അതുകൊണ്ടവൻ അല്പം കൂടി നിവർന്നിരുന്നു കൊണ്ടാണ് ഇത് പറഞ്ഞത്. എനിക്ക് ഈ പൊക്കം പോരാ, ദയനീയമായി ആലീസ് പറഞ്ഞു. ഈ ജീവികളൊക്കെ വലിയ ശുണ്ടിക്കാരാണെന്ന് അവൾക്ക് തോന്നി. അത് ശീലമില്ലാഞ്ഞിട്ടാ, കുറച്ചുനാൾ ശീലിച്ചാൽ ശരിയാകും. അവൻ ഹുക്കയെടുത്ത് വായിൽ വെച്ച് വലിക്കാൻ തുടങ്ങി. അവൻ വീണ്ടും എന്തെങ്കിലും പറയുമെന്ന് കരുതി ആലീസ് കാതോർത്തു. 2 നിമിഷങ്ങൾ പിന്നിട്ടു. പുഴുവാശാൻ ഹുക്ക വായിൽ നിന്നെടുത്തു. 2 തവണ കോട്ടുവായിട്ടു. ശരീരമൊന്ന് കുലുക്കി. എന്നിട്ട് ആ കൂണിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി പുലിലേക്ക് ഇഴഞ്ഞു കയറി. പോകുന്ന പോക്കിൽ അവൻ പറഞ്ഞു. ഒരു വശം കൊണ്ട് നിനക്ക് വലുതാകാം, മറുവശം കൊണ്ട് നിനക്ക് ചെറുതാകാം. എന്തിൻ്റെ ഒരു വശം? എന്തിൻ്റെ മറുവശം? ആലീസിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. കൂണിൻ്റെ. ആലീസിൻ്റെ ചോദ്യം മനസ്സിലാക്കി മറുപടിയും പറഞ്ഞ് അവൻ എങ്ങോ മറഞ്ഞു. ആലീസ് ആ കൂണിനെ 1 നിമിഷം നോക്കി നിന്നു. വൃത്താകൃതിയിലുള്ള അതിൻ്റെ 2 വശങ്ങൾ ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കേണ്ടേ? 2 കൈകൾ നീട്ടി അവൾ അതിനെ ചുറ്റിപ്പിടിച്ചു.
എന്നിട്ട് ഓരോ ഭാഗത്തു നിന്നും ഓരോ ചെറിയ കഷ്ണം അടർത്തിയെടുത്തു. ഇതിൽ ഏത് കഷ്ണം കഴിച്ചാലാണ് പൊക്കം കൂടുക? ഏത് കഷ്ണം കഴിച്ചാൽ പൊക്കം കുറയും? അതറിയില്ലാത്തതുകൊണ്ട് പരീക്ഷിച്ചു നോക്കാൻ അവൾ തീരുമാനിച്ചു. വലത് കൈയിലെ കഷ്ണത്തിൽ നിന്ന് ആലിസ് അല്പം തിന്നു നോക്കി. ദാ പോകുന്നു താഴോട്ട്. പെട്ടെന്ന് അവളുടെ താടിയെല്ല് പാദത്തിൽ ശക്തിയോടെ മുട്ടിനിന്നു. ഇത്ര ചെറുതാകുമെന്ന് അവൾ നനച്ചതേയില്ല. അപ്രതീക്ഷിതമായി ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആലിസ് ഒന്ന് ഭയന്നു. വീണ്ടും ചെറുതാകുന്നതിന് മുമ്പേ മറുകൈയിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് അവൾ കഴിച്ചു. ആലീസിൻ്റെ കഴുത്തിന് നീളം വെച്ചു തുടങ്ങി. എൻ്റെ തല രക്ഷപ്പെട്ടു, സന്തോഷത്തോടെ അവൾ പറഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം പേടി അവളെ വീണ്ടും പിടികൂടി. അവൾ വല്ലാതെ ഉയർന്നിരിക്കുന്നു. താഴോട്ട് നോക്കിയാൽ ശരീരം പോലും കാണാനില്ല. ആകെ കാണുന്നത് ഒന്നു മാത്രം. പച്ച പുതച്ച് കടൽ പോലെ വിശാലമായി കിടക്കുന്ന മാമരത്തലപ്പുകൾ. അവൾക്കൊന്നും മനസ്സിലായില്ല. സ്വന്തം തോളുകളെവിടെ, കൈകളെവിടെ? ഒന്നും കാണാനാകാതെ അവൾ വിഷമിച്ചു. ആലീസ് കൈകൾ ഒന്നനക്കി നോക്കി. പക്ഷേ ഒന്നും കാണാനില്ല. അല്പമകലെ ചില ഇലകൾ അനങ്ങുന്നുണ്ടെന്ന് മാത്രം. തലയ്ക്കൊപ്പമെത്താനുള്ള നീളം ഇപ്പോൾ കൈകൾക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതുക്കെ തല കുനിച്ചു. ഒരു പാമ്പിനെ പോലെ എത്ര വേണമെങ്കിലും അത് വളയുകയും കുനിയുകയും ചെയ്യുന്നു. അവൾക്ക് സന്തോഷമായി. മരങ്ങളുടെ പച്ചപ്പുകൾക്കിടയിൽ അവൾ തല താഴ്ത്തി. ഉടനെ എന്തോ ശബ്ദം കേട്ട് അവൾ തല പിറകോട്ട് വലിച്ചു. ഒരു പ്രാവാണ് ആ ശബ്ദമുണ്ടാക്കിയത്. ചിറകുകൾ വീശി ശക്തിയോടെ അത് അവളെ അടിക്കാൻ തുടങ്ങി. സർപ്പം, സർപ്പം! ആ പ്രാവ് ആലറിക്കരഞ്ഞു. എന്ത്? സർപ്പമോ? ഞാനോ? ദേഷ്യത്തോടെ ആലീസ് ചോദിച്ചു. അതെ, നീ തന്നെ. നീയൊരു സർപ്പമാ, പ്രാവ് വീണ്ടും പറഞ്ഞു. എന്നിട്ട് തേങ്ങിക്കരഞ്ഞു. രക്ഷപ്പെടാൻ എന്തൊക്കെ വഴികൾ ഞാൻ നോക്കി. ഇല്ല, ഒരിക്കലും എനിക്ക് രക്ഷയില്ല. നീ എന്താ ഈ പറയുന്നേ? ഒന്നും എനിക്ക് മനസ്സിലാവണില്ല, ആലീസ് പറഞ്ഞു. മരത്തിൻ്റെ വേരുകളിലും കുറ്റിച്ചെടികളിലും പുഴത്തീരത്തുമൊക്കെ ഒളിച്ചു വെച്ചതാ. എന്നിട്ടും സർപ്പങ്ങൾ. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ആലീസ് ആകെ വിഷമത്തിലായി. പ്രാവ് പറയുന്നത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എങ്കിലും പറഞ്ഞു തീരും വരെ അവൾ ക്ഷമിച്ചിരുന്നു. മുട്ടകൾ വിരിയാൻ പോലും അവർ കാത്തു നിൽക്കില്ല. രാത്രിയും പകലും ഞാൻ കാത്തിരിപ്പാണ്. 3 ആഴ്ചകളായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. ആലീസിന് അല്പാൽപമായി കാര്യം മനസ്സിലായി തുടങ്ങി. സഹതാപത്തോടെ അവൾ പ്രാവിനെ നോക്കി. ഒടുവിൽ ഏറ്റവും പൊക്കമുള്ള ഈ മരക്കൊമ്പിൽ ഞാൻ കൂടുകൂട്ടി. ഇവിടെയെങ്കിലും രക്ഷ കിട്ടുമെന്നാ കരുതിയത്. അപ്പോ ആകാശത്തു നിന്നിറങ്ങി നീ ഇവിടെയും വന്നു. ഛി, ദുഷ്ടസർപ്പം! പ്രാവ് ദേഷ്യം കൊണ്ട് അലറി. അയ്യോ, ഞാനൊരു സർപ്പമല്ല, ആലീസ് പറയാൻ ശ്രമിച്ചു. നീ പിന്നെ ആരാ? എന്തിനിങ്ങനെ കള്ളത്തരം പറയുന്നു? പ്രാവ് ചോദിച്ചു. ഞാനില്ലേ, ഞാനൊരു കൊച്ചു പെൺകുട്ടിയാണ്, ആലീസ് മടിച്ച് പറഞ്ഞു. സത്യം തന്നെ, പരിഹാസവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ പ്രാവ് പറഞ്ഞു. ഒരുപാട് പെൺകുട്ടികളെ ഞാനും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ നീണ്ടൊരു കഴുത്ത് അവർക്കാർക്കും ഞാൻ കണ്ടിട്ടില്ല. നീ തീർച്ചയായും ഒരു സർപ്പമാണ്. ഒരു മുട്ട പോലും രുചിക്കാത്തവളാണെന്ന് പറയാനും നീ മടിക്കില്ല. എനിക്കറിയാം. മുട്ടയുടെ രുചിയൊക്കെ എനിക്കറിയാം, സത്യസന്ധമായി ആലീസ് മറുപടി പറഞ്ഞു. പാമ്പുകൾ മാത്രമല്ല, കൊച്ചുകുട്ടികളും മുട്ട കഴിക്കാറുണ്ട്. കുട്ടികൾ മുട്ട തിന്നുമെന്നോ? ഞാനത് വിശ്വസിക്കില്ല. എങ്കിൽ അവരും പാമ്പുകളാ. പ്രാവിന് സംശയമേ ഇല്ലായിരുന്നു. ആലീസിന് ഇതൊരു പുതിയ അറിവായി തോന്നി. അവൾ മിണ്ടാതെ ഇത്തിരി നേരം നിന്നു. അപ്പോൾ പ്രാവ് വീണ്ടും തുടർന്നു. നീ എന്താ നോക്കുന്നതെന്ന് എനിക്കറിയാം. മുട്ടയല്ലേ? സർപ്പമായാലും കൊച്ചുകുട്ടിയായാലും നിന്റെ ലക്ഷ്യം മുട്ട തന്നെ. അയ്യോ, ഞാൻ മുട്ട തേടി വന്നതല്ല, ആലീസ് ഉടനെ പറഞ്ഞു. അല്ല, എനിക്കിപ്പോൾ മുട്ട തിന്നണമെന്ന് വെച്ചാൽ തന്നെ നിന്റെ മുട്ടകൾ എനിക്ക് വേണ്ട. പച്ചയ്ക്ക് അവ തിന്നുന്ന ശീലമൊന്നും എനിക്കില്ല.
എന്നാ വേഗം പോയാട്ടെ, നീരസത്തോടെ പ്രാവ് പറഞ്ഞു. എന്നിട്ടത് പറന്നുപോയി സ്വന്തം കൂട്ടിലിരുന്നു. മരങ്ങൾക്കിടയിൽ കാലുമടക്കി ആലീസ് ഇരുന്നു. അവളുടെ കഴുത്ത് മരച്ചില്ലകളിൽ അവിടെ എവിടെയായി മുട്ടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തല തിരിച്ചും വളച്ചും അവൾ ചില്ലകളുടെ കുടുക്കിൽ നിന്നും തലമാറ്റി. തൻ്റെ കയ്യിലുള്ള കൂൺ കഷ്ണത്തെപ്പറ്റി ഈ സമയം അവൾക്ക് ഓർമ്മ വന്നു. ശ്രദ്ധയോടെ പതുക്കെ അവൾ ഓരോ കഷ്ണവും പരീക്ഷിച്ചു നോക്കി. അങ്ങനെ അവളുടെ സാധാരണ രൂപം എത്തിച്ചേരുന്നതുവരെ പരീക്ഷണം തുടർന്നു. കുറേ നേരമായില്ലേ ശരിയായി വലിപ്പം നഷ്ടപ്പെട്ടിട്ട്. അതുകൊണ്ടാകണം ആലീസിനൊരു പ്രത്യേകത തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതും ശരിയായി. പഴയതുപോലെ അവൾ അവളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ പകുതി ജയിച്ചു. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്! അടുത്ത നിമിഷം എന്താകുമെന്ന് പറയാനാവാത്ത സ്ഥിതിയിലായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് പഴയതുപോലെ ആകാൻ പറ്റി. ഇനി ആ പൂന്തോട്ടത്തിൽ ഒന്ന് കടക്കണം. അതിനെന്താ ഒരു വഴി? വർത്തമാനത്തിനിടയിൽ ഒരു തുറസായ സ്ഥലത്ത് അവൾ എത്തിച്ചേർന്നു. അവിടെ ഒരു കൊച്ചു വീട് അവൾ കണ്ടു. ഏകദേശം 4 അടി ഉയരം വരും. ആരാണാവോ അവിടുത്തെ താമസക്കാർ? ആലീസ് സ്വയം ചോദിച്ചു. എൻ്റെ വലിപ്പം കണ്ടാൽ അവർ ചിലപ്പോൾ പേടിച്ചു പോകും. അവരെ ഭയപ്പെടുത്തേണ്ടെന്ന് കരുതി വലത് കൈയിലെ കൂൺ കഷ്ണത്തിൽ നിന്ന് അല്പം അവൾ അകത്താക്കി. തിന്നേണ്ട താമസം. ആലീസിൻ്റെ പൊക്കം വെറും 9 ഇഞ്ച് മാത്രമായി. അവൾ ആ കൊച്ചു വീടിന് നേരെ നടന്നു. ആലീസ് അല്പനേരം ആ വീട് നോക്കി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിന്നു. മരക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈ സമയം ഒരാൾ ഓടി വരുന്നത് അവൾ കണ്ടു. അയാളുടെ മുഖം മത്സ്യത്തിൻ്റേതുപോലെയാണ്. എന്നാൽ ഉടുത്തൊരുങ്ങിയിരിക്കുന്നതാകട്ടെ മനുഷ്യൻ്റെ പോലെയും. അയാൾ ആ വീടിൻ്റെ വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന് ഉടനെ മറ്റൊരാൾ പ്രത്യക്ഷനായി. അയാളുടെ വട്ടമുഖത്ത് തവളയുടേതുപോലുള്ള 2 ഉണ്ട കണ്ണുകൾ. ആലീസ് സൂക്ഷിച്ചു നോക്കി. 2 പേരും അവരുടെ ചുരുണ്ട മുടി മിനുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അവരുടെ ഭാവം എന്താണാവോ? ആലീസിന് കൗതുകമേറി. അവൾ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി ശ്രദ്ധിച്ചു. ഒന്നാമൻ തൻ്റെ കൈ ഉയർത്തി തന്നോളം വലിപ്പമുള്ള ഒരു കത്ത് പുറത്തെടുത്തു. അയാളത് മറ്റേയാൾക്ക് കൈമാറി. ഗൗരവസ്വരത്തിൽ പറഞ്ഞു, പ്രഭുക്കുള്ളതാണ്. പന്ത് കളിക്കാൻ ചെല്ലാൻ രാജ്ഞിയുടെ ക്ഷണം. രണ്ടാമൻ അതേ ഗൗരവത്തോടെ ഒന്നാമൻ്റെ വാക്കുകൾ ആവർത്തിച്ചു. രാജ്ഞിയുടെ ക്ഷണം, പ്രഭുയോട് പന്ത് കളിക്കാൻ ചെല്ലാൻ. തുടർന്ന് 2 പേരും തല കുനിച്ച് വിട വാങ്ങാൻ ഒരുങ്ങി. അപ്പോൾ അവരുടെ മുടിച്ചുരുളുകൾ പരസ്പരം കെട്ടുപിണഞ്ഞു. ആലീസിനത് കണ്ടപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അവർ കേൾക്കുമോ എന്ന് പേടിച്ച് അവൾ ആ മരക്കൂട്ടത്തിനിടയിലേക്ക് ഓടിമാറി. കുറച്ചു കഴിഞ്ഞ് അവൾ വീണ്ടും അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും ഒന്നാമൻ പോയി കഴിഞ്ഞിരുന്നു. മറ്റേയാൾ ആകാശം നോക്കി വാതിലിനടുത്ത് ഇരിക്കുന്നത് അവൾ കണ്ടു. ആലീസ് സാവധാനം ആ വാതിലിനടുത്തെത്തി ഒന്ന് മുട്ടി. മുട്ടിയിട്ട് കാര്യമൊന്നുമില്ല, താവളക്കണ്ണൻ പറഞ്ഞു. കാരണം ഒന്നാമത് ഞാനും നിങ്ങളും വാതിലിൻ്റെ ഇപ്പുറത്താണ്. രണ്ടാമത് മുറിക്കകത്ത് വലിയ ഒച്ചപ്പാടും ബഹളവുമാണ്. മുട്ടുന്നത് ആരും കേൾക്കില്ല. ശരിയാണ്, മുറിക്കകത്ത് അസാധാരണമായ ചില ശബ്ദങ്ങൾ കേൾക്കാനുണ്ട്. ഓരിയിടുന്ന ശബ്ദം, ചുമയ്ക്കുന്ന ശബ്ദം, പിന്നെ എന്തൊക്കെയോ വീണുടയുന്ന ശബ്ദം. ഞാൻ എങ്ങനെ ഒന്ന് അകത്ത് കടക്കും? ആലീസ് ചോദിച്ചു. ഒരു ബോധവുമില്ലാതെ ഇങ്ങനെ മുട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ആലീസിനെ ശ്രദ്ധിക്കാതെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. നീ അകത്തും ഞാൻ പുറത്തുമായിരുന്നെങ്കിൽ വാതിലിൽ നിന്റെ മുട്ട് കേട്ടാൽ പുറത്തുനിന്ന് വാതിൽ തുറന്ന് നിന്നെ ഞാൻ പുറത്തു വിടാമായിരുന്നു. ഇങ്ങനെ പറയുമ്പോഴും അയാളുടെ കണ്ണുകൾ ആകാശത്തേക്കായിരുന്നു. ആലീസിന് ഇതത്ര ഇഷ്ടമായില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്നാ തോന്നുന്നേ. തലയ്ക്ക് മുകളിലല്ലേ അവൻ്റെ കണ്ണുകൾ. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അയാൾക്ക് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലെന്താ? ആലീസ് സ്വയം പറഞ്ഞു. എനിക്കൊന്ന് അകത്ത് കടക്കാൻ എന്താ വഴി? അയാൾ കേൾക്കെ അവൾ ചോദിച്ചു. നാളെ വരെ ഞാനിവിടെ ഇരിക്കും.
അയാൾ പറഞ്ഞു. പെട്ടെന്ന് ആ വാതിൽ തുറന്നു. ഒരു പ്ലേറ്റ് അയാൾക്ക് നേരെ പറന്നു വരുന്നത് ആലീസ് കണ്ടു. അയാളുടെ മൂക്കിനെ തൊട്ടുരുമി പിൻഭാഗത്തുള്ളൊരു മരത്തിലടിച്ച് അത് ചിതറി വീണു. മറ്റന്നാളും ഞാനിവിടെ ഇരിക്കും. സംഭവിച്ചതൊന്നും അറിയാതെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കൊന്ന് അകത്ത് കടക്കണം. ആലീസ് കുറച്ചുകൂടി ശബ്ദമുയർത്തി പറഞ്ഞു. നിനക്ക് തന്നെയാണോ അകത്ത് പോകേണ്ടത്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അയാൾ ചോദിച്ചു. സംസാരത്തിൻ്റെ ഒരു രീതി കണ്ടില്ലേ? ആലീസിന് ദേഷ്യം വന്നു തുടങ്ങി. ഭയങ്കരം തന്നെ, അവൾ മന്ത്രിച്ചു. ഇതുങ്ങളൊക്കെ കൂടി മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. ഞാനിവിടെ എപ്പോഴും ഇരിക്കുന്നുണ്ടാകും, ദിവസങ്ങളോളം. ആ തവളക്കണ്ണൻ അപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തു ചെയ്യണം? ആലീസ് അയാളോട് ചോദിച്ചു. നിനക്ക് ഇഷ്ടമുള്ളത് എന്തും, അയാൾ മറുപടി പറഞ്ഞു. ഇയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആലീസിന് നിരാശ തോന്നി. ഇയാളൊരു പമ്പര വിഡ്ഢിയാ. ആ വാതിൽ തുറന്ന് അവൾ അകത്ത് കടന്നു. വാതിലിനപ്പുറം വലിയൊരു അടുക്കളയാണ്. അത് നിറയെ പുകയും. അടുക്കളയുടെ ഒരു വശത്ത് ഒരു 3 കാലുള്ള സ്റ്റൂളിൽ പ്രഭി ഇരിക്കുന്നുണ്ട്. കയ്യിലുള്ളൊരു കുഞ്ഞിനെ ഓമനിക്കുകയാണവർ. അടുപ്പിനടുത്ത് വലിയൊരു പാത്രത്തിൽ സൂപ്പ് പോലുള്ള എന്തോ ഇളക്കിക്കൊണ്ട് ഒരു പാചകക്കാരിയുമുണ്ട്. സൂപ്പിന് കുരുമുളക് അധികമായി, ആലീസ് സ്വയം പറഞ്ഞു. അവൾക്ക് ചുമ വന്നു. അന്തരീക്ഷം മുഴുവനും കുരുമുളകിൻ്റെ രൂക്ഷഗന്ധം. പ്രഭി പോലും ഇടയ്ക്ക് തുമ്മുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിലുള്ള കുഞ്ഞ് ഇടയ്ക്കിടെ കരയുകയും തുമ്മുകയും ചെയ്തുകൊണ്ടിരുന്നു. തുമ്മാത്തതായി 2 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ പാചകക്കാരിയും അടുപ്പിനടുത്തിരുന്ന് വലിയ വായിൽ ചിരിക്കുന്ന ഒരു പൂച്ചയും. മടിച്ച് മടിച്ച് ആലീസ് ചോദിച്ചു. ഈ പൂച്ച എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? ഇതൊരു ചെഷയർ പൂച്ചയാണ്. അതുതന്നെ കാരണം. പന്നി. പന്നി എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ ആലീസ് അറിയാതൊന്ന് ഞെട്ടി. അടുത്ത നിമിഷം അവൾക്ക് മനസ്സിലായി, തന്നെയല്ല അവരുടെ കുഞ്ഞിനെയാണ് ആ പേര് പറഞ്ഞ് വിളിച്ചതെന്ന്. ചെഷയർ പൂച്ചകൾ ചിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഒരു പൂച്ചയും ചിരിക്കുന്നത് കണ്ടിട്ടേയില്ല, ആലീസ് പറഞ്ഞു. എല്ലാ പൂച്ചകൾക്കും ചിരിക്കാൻ പറ്റും, പ്രഭി പറഞ്ഞു. മിക്കവയും ചിരിക്കാറുമുണ്ട്. അതെനിക്കറിയില്ലായിരുന്നു. ആലീസിൻ്റെ മറുപടി സൗമ്യമായിരുന്നു. ഇങ്ങനെയൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് സന്തോഷം തോന്നി. നിനക്ക് അറിവ് കുറവാ, അതാ അതിൻ്റെ കാര്യം, പ്രഭി അഭിപ്രായപ്പെട്ടു. ആലീസിന് ഇതത്ര പിടിച്ചില്ല. അതുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാൻ അവൾ ശ്രമിച്ചു. അപ്പോൾ ആ പാചകക്കാരി അടുപ്പിൽ നിന്നും വലിയൊരു പാത്രം സൂപ്പ് താഴെ ഇറക്കി വെച്ചു. എന്നിട്ട് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ആ പ്രഭിയെയും കുഞ്ഞിനെയും എറിഞ്ഞു. തീക്കനലുകളും ചട്ടികളും പ്ലേറ്റുകളും കറിപ്പാത്രങ്ങളും എല്ലാം. പ്രഭി പക്ഷേ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവരുടെ കുഞ്ഞാണെങ്കിൽ ഇടമുറിയാതെ നിലവിളിച്ചു കൊണ്ടുവരുന്നു. ആലീസ് പേടിച്ചു പോയി. അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ആ പാത്രം മുട്ടി അവൻ്റെ മൂക്കുകൾ തെറിച്ചു പോയേനെ. ഓരോരുത്തരും അവരവരുടെ കാര്യം നോക്കിയിരുന്നെങ്കിൽ ഈ ഭൂമി കുറേ കൂടി വേഗത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു, ഒന്ന് മുരുണ്ടുകൊണ്ട് പ്രഭി പറഞ്ഞു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ആലീസ് പറഞ്ഞു. തനിക്കും അറിവുണ്ടെന്ന് കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണിതെന്ന് ആലീസിന് തോന്നി. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം നോക്കിയാൽ രാത്രിയും പകലും മാറുമോ? ഭൂമിക്ക് അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു വട്ടം തിരിയാൻ 24 മണിക്കൂർ വേണം. അച്ചുതണ്ട് എന്ന് പറയുമ്പോൾ പ്രഭി കേട്ടത് മഴു എന്നാണ്. മഴുവിനെ പറ്റി പറയുന്നു, അവൾ ചോദിച്ചു. ഇവളുടെ തല വെട്ടിക്കള, ആലീസ് അമ്പരപ്പോടെ ആ പാചകക്കാരിയെ നോക്കി. അവൾ തന്നെ വല്ലതും ചെയ്യുമോ? എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തിരക്കിട്ട് സൂപ്പ് ഇളക്കുന്ന ജോലിയിലായിരുന്നു അവൾ. അതുകൊണ്ട് ആലീസ് വീണ്ടും തുടർന്നു. 24 മണിക്കൂർ വേണം, അതോ 12 മണിക്കൂറോ? ഞാൻ എത്രയെങ്കിലും ആകട്ടെ, പ്രഭി പറഞ്ഞു. അക്കങ്ങളനുസരിക്കുന്ന പതിവ് എനിക്കില്ല. അവൾ വീണ്ടും
തൻ്റെ കുഞ്ഞിനെ ഒരു താരാട്ട് പാടി ഓമനിച്ചു. പാട്ടിൻ്റെ അവസാനം ആ കുഞ്ഞിനെ ആഞ്ഞൊന്ന് കുലുക്കുകയും ചെയ്യും. അടുത്ത താരാട്ട് പാടുമ്പോൾ അതിനെ അവൾ മുകളിലേക്ക് എറിയും. ഉടനെ ആ കുഞ്ഞ് ഉച്ചത്തിൽ ഓരിയിടും. ഇത്തിരി നേരം ഇതിനെ ഒന്ന് നോക്കിക്കേ. ആലീസിനോട് ഇങ്ങനെ പറയലും ആ കുഞ്ഞിനെയും എടുത്ത് പ്രഭി അവൾക്ക് നേരെ എറിയലും ഒപ്പം കഴിഞ്ഞു. എനിക്ക് ആ രാജ്ഞിയുടെ അടുത്ത് പന്ത് കളിക്കാൻ പോകണം. അവൾ മുറിയിൽ നിന്നും തിരക്കിട്ട് ഇറങ്ങിപ്പോയി. പോകുന്ന പോക്കിൽ അവളെ ലക്ഷ്യം വെച്ച് പാചകക്കാരി ഒരു ചട്ടിയെടുത്ത് ഒരൊറ്റയേറ്. പക്ഷേ ലക്ഷ്യം തെറ്റിപ്പോയി. താഴെ വീഴാതെ കുട്ടിയെ പിടിക്കാൻ ആലീസിന് നന്നേ പാടുപെടേണ്ടി വന്നു. ഒരു വിചിത്ര ജീവിയായി കുഞ്ഞ്. നിവർത്തി വെച്ച ഒരു നക്ഷത്ര മത്സ്യത്തെ പോലെ ഇരിക്കുന്നു അതിൻ്റെ കൈകാലുകൾ. ഒരു ആവിയന്ത്ര കണക്കെ അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആലീസിൻ്റെ കയ്യിലെത്തിയ ഉടനെ അതിൻ്റെ വലിപ്പം ഇരട്ടിക്കാൻ തുടങ്ങി. കുഞ്ഞിനെയും കൊണ്ട് ആലീസ് വീടിന് പുറത്തേക്ക് കടന്നു. ഇതിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഇവരെല്ലാം കൂടി ഇതിൻ്റെ കഥ കഴിക്കും. വെറുതെ എന്തിനാ കൊല്ലാൻ കൊടുക്കുന്നേ? ആലീസ് തന്നോട് തന്നെ പറഞ്ഞു. ഇത് കേട്ടിട്ടെന്ന പോലെ കുഞ്ഞൊന്ന് അമറി. മിണ്ടാതിരി, ആലീസ് പറഞ്ഞു. ആരെങ്കിലും ഇങ്ങനെ ശബ്ദമുണ്ടാക്കുമോ? മറുപടിയായി വീണ്ടും കുഞ്ഞമറി. കാരണമറിയാതെ ആലീസ് അതിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, അതിന് ഒരു പന്നിയുടെ മൂക്കാണുള്ളത്. അതിൻ്റെ കണ്ണുകൾ വളരെ ചെറുതായിരിക്കുന്നു. ആലീസിന് വെറുപ്പ് തോന്നി. ഇത് കരയുക തന്നെയാണോ? അവൾ ആ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ ശ്രദ്ധിച്ചു. ഇല്ല, അവിടെ കണ്ണുനീരിൻ്റെ തുള്ളി പോലുമില്ല. നീയൊരു പന്നിയായി മാറുകയാണെങ്കിൽ ഇനി നിന്നെ എങ്ങനെ ഞാൻ കൊണ്ടു നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആലീസ് ഗൗരവത്തോടെ പറഞ്ഞു. ആ പന്നി കുഞ്ഞ് വീണ്ടും ഒന്ന് കരഞ്ഞു. അതോ അമറിയോ? എന്നിട്ട് വീണ്ടും നിശബ്ദമായി. ഇതിനെ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് ഞാൻ എന്തു ചെയ്യാൻ? ആലീസ് ആലോചിച്ചു. അപ്പോൾ അതൊന്നുകൂടി അമറി. ആലീസിന് പേടി തോന്നി. അതിനിപ്പോൾ ശരിക്കൊരു പന്നിയുടെ രൂപം തന്നെ. അതിനെ ഉപേക്ഷിച്ച് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു. കുഞ്ഞിനെ അവൾ താഴേക്കിടത്തി. അടുത്ത നിമിഷം അത് കാടിനുള്ളിലേക്ക് ഓടി മറിഞ്ഞു. ഇനിയും വളർന്നാൽ ഒരു വൃത്തികെട്ട കുട്ടിയായി മാറും. പക്ഷേ പന്നികളിൽ വെച്ച് ഇവൻ സുന്ദരൻ തന്നെ. പന്നികളെപ്പോലെ വികൃത രൂപമുള്ള ചില കുട്ടികളെക്കുറിച്ച് ആലീസിന് ഓർമ്മ വന്നു. അപ്പോൾ കുറച്ചകലെ ഒരു മരക്കൊമ്പിൽ ആ ചെഷയർ പൂച്ചിരിക്കുന്നത് അവൾ കണ്ടു. ആലീസിനെ കണ്ടയുടനെ അത് ചിരിച്ചു. കുഴപ്പക്കാരിയല്ലെന്ന് തോന്നുന്നു, ആലീസ് വിചാരിച്ചു. എന്നാൽ അതിൻ്റെ നഖങ്ങളെല്ലാം വളരെ നീളമുള്ളവയാണ്. വായ നിറച്ചും പല്ലുണ്ട്. ഇത്തിരി ബഹുമാനം കാണിക്കുന്നത് നല്ലതാണെന്ന് ആലീസിന് തോന്നി. ചെഷയർ പൂച്ചേ, അല്പം ഭയം കലർന്ന സ്വരത്തിൽ അവൾ വിളിച്ചു. അപ്പോഴും അത് ചിരിച്ചു. എനിക്കിവിടെ നിന്ന് പോകാനുള്ള വഴിയേതാ? അവൾ ചോദിച്ചു. നിനക്ക് എവിടെ എത്തണമെന്നതിനെ ആശ്രയിച്ചിരിക്കും നിനക്ക് പോകേണ്ട വഴിയും, ചെഷയർ പൂച്ച പറഞ്ഞു. എവിടെ എത്തിയാലും സാരമില്ല, എന്നാൽ ഏത് വഴിക്കും വേണമെങ്കിലും പോയിക്കോ, പൂച്ച പറഞ്ഞു. എനിക്ക് എവിടെയെങ്കിലും എത്തിച്ചേർന്നാൽ മതി, ആലീസ് വീണ്ടും പറഞ്ഞു. എന്നാൽ നീ കുറച്ച് നടന്നോ, തീർച്ചയായും എവിടെയെങ്കിലും എത്തിച്ചേരും, ചെഷയർ മറുപടി പറഞ്ഞു. ഇവിടെ ജീവിക്കുന്നവർ എങ്ങനെയുള്ളവരാ? ആലീസ് ഉടനെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. വലതുവശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പൂച്ച പറഞ്ഞു. അതാ ആ ഭാഗത്ത് താമസിക്കുന്നത് ഒരു തൊപ്പി വിൽപ്പനക്കാരൻ. ഈ ഭാഗത്ത് താമസിക്കുന്നത് ഒരു മാർച്ച് മുയൽ. നിനക്ക് ആര് വേണമെങ്കിലും പോയി കാണാം. 2 പേർക്കും ഭ്രാന്താ. അയ്യോ, ഭ്രാന്തന്മാരുടെ അടുത്തേക്ക് എനിക്ക് പോകണ്ട, ആലീസ് പറഞ്ഞു. പോകാതെ പറ്റില്ല, ഇവിടെ എല്ലാവർക്കും ഭ്രാന്താ, ഈ എനിക്കും. എന്തിന്? നിനക്കുമുണ്ട് ഭ്രാന്ത്. എനിക്ക് ഭ്രാന്താണെന്ന് ആരാ പറഞ്ഞേ? ആലീസ് ചോദിച്ചു. അതെ, നിനക്ക് ഭ്രാന്താ, അല്ലെങ്കിൽ നീ ഇവിടെ വരില്ലായിരുന്നു. ആ മറുപടി അവൾക്ക് അത്ര തൃപ്തിയായില്ല. എങ്കിലും അവൾ ചോദിച്ചു, നിനക്ക് ഭ്രാന്തുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ പറയാം, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ദേഷ്യം വരുമ്പോഴല്ലേ നായ്ക്കൾ മുരളുന്നത്. സന്തോഷം വന്നാൽ അവ വാലാട്ടുകയും ചെയ്യും. എന്നാൽ എന്നെ നോക്ക്, എനിക്ക് സന്തോഷം തോന്നിയാൽ ഞാൻ മുരളും, ദേഷ്യം വരുമ്പോൾ വാലാട്ടുകയും ചെയ്യും. അപ്പോ എനിക്ക് ഭ്രാന്തല്ലേ? പൂച്ച ചോദിച്ചു. നീ മുരളുകയല്ലല്ലോ, കരയുകയല്ലേ ചെയ്യുന്നത്? ആലിസ് ചോദിച്ചു. മുരളുകയോ കരയുകയോ എന്ത് പേരിട്ട് വേണമെങ്കിലും നീ വിളിച്ചോളൂ, ചെഷയർ പൂച്ച പറഞ്ഞു. അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, രാജ്ഞിയോടൊപ്പം പന്ത് കളിക്കാൻ നീ പോകുന്നുണ്ടോ? എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ എന്നെ ക്ഷണിച്ചിട്ടില്ല. എങ്കിൽ നമുക്ക് അവിടെ കാണാം. ഇത് പറഞ്ഞ് പൂച്ച അപ്രത്യക്ഷമായി. ആലീസിന് ഇതൊന്നും അത്ഭുതമായി തോന്നിയില്ല. എന്തൊക്കെ വിചിത്ര സംഭവങ്ങൾ അവൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പൂച്ച ഇരുന്നിടത്തേക്ക് അവൾ അങ്ങനെ നോക്കി നിന്നു. അപ്പോൾ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ട് അത് അവളോട് ചോദിച്ചു, ഒരു കാര്യം, ആ കുഞ്ഞിൻ്റെ സ്ഥിതി എന്തായി? ഞാനത് ചോദിക്കാൻ മറന്നു. അതൊരു പന്നിക്കുട്ടിയായി മാറി, ആലീസ് പറഞ്ഞു. ഞാനത് നേരത്തെ വിചാരിച്ചതാ. വീണ്ടും പൂച്ച അപ്രത്യക്ഷമായി. അതിനിയും വരുമോ എന്ന് പ്രതീക്ഷിച്ച് ആലീസ് കാത്തുനിന്നു. ഇല്ല, ഇനി വരില്ല. അവൾ മാർച്ച് മുയൽ താമസിക്കുന്നിടത്തേക്ക് നടന്നു. തൊപ്പി വിൽപ്പനക്കാരെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മാർച്ച് മുയൽ, അതായിരിക്കും കൂടുതൽ രസം. ഇത് മെയ് മാസമല്ലേ? ഒരുപക്ഷെ മാർച്ചിലുള്ള ഭ്രാന്ത് ഇപ്പോഴതിനുണ്ടാകില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആലീസ് നോക്കിയപ്പോൾ കണ്ടത് ആ ചെഷയർ പൂച്ച ആ മരക്കൊമ്പിലിരുന്ന് ചിരിക്കുന്നതാണ്. നീ നേരത്തെ പറഞ്ഞതെന്താ? പന്നിയെന്നോ അത്തിയെന്നോ? പന്നി എന്നാ പറഞ്ഞത്. നീ എന്താ ഇങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നതും അപ്രത്യക്ഷമാകുന്നതും? എനിക്കിത് കണ്ടിട്ട് തലക്കറക്കമുണ്ടാകുന്നു, ആലീസ് പറഞ്ഞു. ശരി ശരി എന്ന് പറഞ്ഞ് ആ പൂച്ച വീണ്ടും അപ്രത്യക്ഷമായി. ഇത്തവണ സാവകാശമായിരുന്നു ആ പരിപാടി. ആദ്യം അപ്രത്യക്ഷമായത് വാലാണ്, പിന്നെ ഉടലും. പിന്നീടും കുറച്ചു നേരം അതിൻ്റെ ചിരി മായാതെ നിന്നു. ചിരിക്കാത്ത പൂച്ചകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലിപ്പോൾ പൂച്ച പോയിട്ടും മായാതെ നിൽക്കുന്ന ചിരി, ഇത് വിചിത്രം തന്നെ, അവൾ വിചാരിച്ചു. ആലീസ് അല്പം മുന്നോട്ട് നടന്നു. അപ്പോൾ മാർച്ച് മുയിലിൻ്റെ വീട് കണ്ടു. ഇത് തന്നെയാവണം അവൻ്റെ വീട്. ചെവി പോലിരിക്കുന്നു വീടിൻ്റെ ചിമ്മിനി. മേൽക്കൂര മേഞ്ഞിരിക്കുന്നത് ചെറിയ രോമങ്ങൾ കൊണ്ടാണ്, ആലീസ് ഉറപ്പിച്ചു. വലിയൊരു വീടായിരുന്നു അത്. ആലീസ് തൻ്റെ വലത് കൈയിലെ കൂണിൻ്റെ ഒരു ചെറിയ കഷ്ണം തിന്നു. അവൾക്കപ്പോൾ 2 അടി പൊക്കം കൂടി. എങ്കിലും അല്പം ഭയം ബാക്കി നിന്നു. അതിന് ഭ്രാന്ത് പിടിച്ച് കിടക്കുകയാണാവോ ദൈവമേ? ആ തൊപ്പിക്കാരൻ്റെ അടുത്ത് പോയാൽ മതിയായിരുന്നു, ആലീസ് സ്വയം പെറുപിറുത്തു. ആ വീടിൻ്റെ മുറ്റത്ത് ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. അതിന് കീഴെ ഒരു മേശയും കസാരകളും നിരത്തിയിട്ടുമുണ്ടായിരുന്നു. ആലീസ് ചെന്നപ്പോൾ കണ്ടത് മാർച്ച് മുയലും തൊപ്പിക്കാരനും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കിടയിൽ ഒരു തുരപ്പനെലി ഇരുന്ന് സുഖമായി ഉറങ്ങുന്നുണ്ട്. അവനൊരു കൈത്താങ്ങായി ഉപയോഗിച്ചുകൊണ്ട് അവർ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. പാവം തുരപ്പൻ, ആലീസ് വിചാരിച്ചു. ഉറക്കമായതുകൊണ്ട് ഇവരുടെ ശല്യപ്പെടുത്തൽ അവൻ അറിയുന്നില്ല. മേശ വളരെ വലുതാണെങ്കിലും 3 പേരും അതിൻ്റെ ഒരു മൂലക്കരികിൽ തിക്കിക്കൂടി ഇരിക്കുകയാണ്. ആലീസിനെ കണ്ടയുടനെ അവർ വിളിച്ചു പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, സ്ഥലമില്ല. ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, ദേഷ്യത്തോടെ ആലീസ് പറഞ്ഞു. എന്നിട്ട് മേശയുടെ ഒരറ്റത്ത് കിടന്ന വലിയൊരു കസാരയിൽ അവൾ ഇരിപ്പുറപ്പിച്ചു. അല്പം വീഞ്ഞു തരട്ടെ? സന്തോഷത്തോടെ മാർച്ച് മുയൽ ചോദിച്ചു. ആലീസ് മേശപ്പുറത്തേക്ക് നോക്കി. അവിടെയെങ്ങും ഒരു തുള്ളി വീഞ്ഞില്ല. ആകെയുള്ളത് കുറച്ച് ചായ മാത്രം. അതിന് വീഞ്ഞെവിടെ? അവൾ ചോദിച്ചു. വീഞ്ഞില്ല, മുയൽ ഉടനെ മറുപടിയും പറഞ്ഞു. ഇല്ലാത്ത സാധനം തരാമെന്ന് പറയുന്നത് ശരിയാണോ? ആലീസ് കോപത്തോടെ ചോദിച്ചു. ക്ഷണിക്കാതെ ഇവിടെ കയറിയിരുന്നത് ശരിയാണോ? മുയലും ചോദിച്ചു. അതിന്
ഈ മേശ നിങ്ങളുടേതാണെന്ന് എനിക്കറിയണ്ടേ? 3 ഇനിയും എത്രയോ പേർക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, ആലീസ് പറഞ്ഞു. ഈ സമയത്ത് ആലീസിനെ താൽപ്പര്യപൂർവ്വം നോക്കിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. ആ തൊപ്പിക്കാരൻ. നിന്റെ മുടി കുറച്ച് മുറിച്ച് കളയണം, അയാൾ പറഞ്ഞു. ഇതാണ് അയാൾ ആദ്യമായി സംസാരിച്ചത്. എൻ്റെ സ്വന്തം കാര്യങ്ങളിൽ കയറി ഇടപെടരുത്. മാന്യന്മാർക്ക് യോജിച്ച പണിയല്ല അത്. ആലീസിൻ്റെ ശബ്ദം കനത്തു. അത് കേട്ടപ്പോൾ അയാളുടെ കണ്ണുകൾ വിടർന്നു. പക്ഷേ അയാൾ ഉടനെ ചോദിച്ചു, ഒരു എഴുത്തുമേശയും ഒരു മലങ്കാക്കയും ഒരുപോലെ ഇരിക്കാനുള്ള കാരണം പറയാമോ? ഹോ, കടങ്കഥ ചോദിക്കുകയാണല്ലേ? എന്നാൽ ശരി, നമുക്ക് ഇത്തിരി നേരം രസിച്ചിരിക്കാം. ഇതിനുത്തരം ഞാനൊന്ന് ആലോചിക്കട്ടെ, ആലീസ് മനസ്സിൽ പറഞ്ഞു. ഇതിന് ഉത്തരം പറയാമോ? മാർച്ച് മുയൽ ചോദിച്ചു. തീർച്ചയായും, ആലീസ് പറഞ്ഞു. എന്നാലൊന്ന് പറഞ്ഞേ, തൊപ്പിക്കാരൻ ആവശ്യപ്പെട്ടു. ഞാൻ പറയാം. അതായത് ഇതിനർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ. ഹേയ്, അതല്ല, തൊപ്പിക്കാരൻ പറഞ്ഞു. ഇതിലും ഭേദം നീ ഇങ്ങനെ പറയുന്നതാണ്. ഞാൻ കാണുന്നതാണ് ഞാൻ തിന്നുന്നത് എന്നതുപോലെയാണ് ഞാൻ തിന്നുന്നതാണ് ഞാൻ കാണുന്നത് എന്ന്. അല്ലെങ്കിൽ നീ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കിഷ്ടമുള്ളത് എനിക്ക് കിട്ടുന്നു എന്നതും എനിക്ക് കിട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതും ഒരുപോലെയാണെന്ന് മാർച്ച് മുയൽ പറഞ്ഞു. ഉറക്കത്തിൽ നിന്നെന്ന പോലെ ആ തുരപ്പനെലി ഇതിനിടയിൽ കയറി പറഞ്ഞു. ഇതിലും ഭേദം ഞാൻ ശ്വസിക്കുമ്പോൾ ഞാൻ ഉറങ്ങുന്നുവെന്നും ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ശ്വസിക്കുന്നുവെന്നും പറയുന്നതാണ്. ഇത് തന്നെയാണ് നീ പറയുന്നത്, തൊപ്പിക്കാരൻ പറഞ്ഞു നിർത്തി. അപ്പോൾ 3 പേരും ശാന്തരായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ ആലീസ് ആകട്ടെ ആ കടങ്കഥയുടെ ഉത്തരം തേടുകയായിരുന്നു. വീണ്ടും തൊപ്പിക്കാരൻ്റെ ശബ്ദമുയർന്നു. ആലീസിനോടായിരുന്നു ചോദ്യം. ഇന്ന് എത്രാം തീയതിയാ? എന്നിട്ട് അയാൾ പോക്കറ്റിൽ കൈയിട്ട് ഒരു വാച്ച് പുറത്തെടുത്തു. അത് 1-2 വട്ടം കുലുക്കി നോക്കി. ചെവിയിൽ ചേർത്ത് വെച്ചു. 4-ാം തീയതി, ആലീസ് ആലോചിച്ച് മറുപടി പറഞ്ഞു. 2 ദിവസം മാറിപ്പോയി. അയാൾ ഒരു നെടുവീർപ്പെട്ട് മാർച്ച് മുയലിനെ നോക്കി വീണ്ടും പറഞ്ഞു. വെണ്ണ കൊണ്ടൊന്നും ഇത് പ്രവർത്തിക്കില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഏറ്റവും നല്ല വെണ്ണയാണല്ലോ ഞാൻ അതിൽ ഉപയോഗിച്ചത്, സൗമ്യതയോടെ മാർച്ച് മുയൽ പറഞ്ഞു. കൗതുകത്തോടെ ആലീസ് ആ വാച്ചിലേക്ക് നോക്കി. നല്ല രസമുള്ള വാച്ച്, അവൾ പറഞ്ഞു. തീയതി എത്രയാണെന്ന് അറിയാൻ പറ്റും, പക്ഷേ സമയം അതറിയാൻ പറ്റില്ല. അതിനെന്താ? തൊപ്പിക്കാരൻ പിറുപിറുത്തു. നിന്റെ വാച്ചിൽ ഇതേത് വർഷമാണെന്ന് അറിയാൻ പറ്റുമോ? തീർച്ചയായും ഇല്ല, ആലീസ് പറഞ്ഞു. 1 വർഷമെന്ന് പറഞ്ഞാൽ കുറച്ച് നീണ്ട കാലമല്ലേ? അതെന്തിനാ വാച്ചിൽ കാണിക്കുന്നേ? എന്നാൽ അത് തന്നെയാണ് എൻ്റെ കാര്യവും, അയാൾ പറഞ്ഞു. ആലീസ് അമ്പരന്ന് പോയി. അയാൾ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവൾ വളരെ താഴ്മയോടെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. തുരപ്പൻ വീണ്ടും ഉറക്കമായി. തൊപ്പിക്കാരൻ പറഞ്ഞു. അയാൾ അല്പം ചായയെടുത്ത് അതിൻ്റെ മൂക്കിലേക്ക് ഒഴിച്ചു. തുരപ്പൻ ഉടനെ തലവെട്ടിച്ചു. എന്നിട്ട് കണ്ണ് തുറക്കാതെ പറഞ്ഞു. ശരി തന്നെ, ശരി തന്നെ, ഇത് തന്നെയാ ഞാൻ പറയാൻ വന്നതും. നിനക്ക് ആ കടങ്കഥയുടെ ഉത്തരം കിട്ടിയോ? തൊപ്പിക്കാരൻ ആലീസിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ തോറ്റു, അവൾ ചോദിച്ചു. ശരിക്കും ഉത്തരമെന്താ? എനിക്കും അറിയില്ല, തൊപ്പിക്കാരൻ പറഞ്ഞു. എനിക്കും, മാർച്ച് മുയൽ അതേറ്റു പറഞ്ഞു. ആലീസ് നെടുവീർപ്പിട്ടു. വെറുതെ ഇങ്ങനെ സമയം കളയാതെ നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഉത്തരമില്ലാത്ത കടങ്കഥ ചോദിക്കുന്നതിലും ഭേദം അതായിരിക്കും. ഞാൻ അറിയുന്നതുപോലെ നീ സമയത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയില്ലായിരുന്നു. അതാണവൻ, സമയം, തൊപ്പിക്കാരൻ അഭിപ്രായപ്പെട്ടു. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, അവൾ പറഞ്ഞു. ഇല്ല, നിനക്കറിയില്ല, അയാൾ പരിഹാസത്തോടെ തലയാട്ടി. നീ ഇന്നേ വരെ സമയത്തോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷേ സംഗീതം പഠിക്കുമ്പോൾ എനിക്ക് സമയത്തെ തോൽപ്പിക്കേണ്ടി വരും. ആലീസ് വളരെ ശ്രദ്ധയോടെയാണ് മറുപടി പറഞ്ഞത്.
അതാണ് പ്രശ്നം. അവനെ അങ്ങനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. നീ അവനോടൊന്ന് സഹകരിച്ചു നോക്ക്. ഒരു ഘടികാരം കൊണ്ട് നിനക്ക് ചെയ്യാവുന്ന എല്ലാ സഹായവും അവൻ ചെയ്തു തരും. ഉദാഹരണത്തിന്, നിനക്ക് രാവിലെ 9 മണിക്ക് ക്ലാസ്സിൽ പോകേണ്ട സമയമായി എന്ന് കരുതൂ. അവനോട് നീ ഒന്ന് മന്ത്രിച്ചാൽ മതി. ഘടികാര സൂചി 9-ൽ നിന്നോടി 1:30-ൽ വന്നു നിൽക്കും. അതായത് ഉച്ചയൂണിൻ്റെ സമയമായി എന്ന് കാണിക്കും. അങ്ങനെ നടന്നെങ്കിൽ മാർച്ച് മുയൽ തന്നോട് തന്നെ അടക്കം പറഞ്ഞു. അതുകൊള്ളാം. ആലോചിച്ചു നോക്കിയപ്പോൾ ആലീസിനും അതിഷ്ടമായി. പക്ഷേ ആ സമയത്ത് എനിക്ക് വിശപ്പാകില്ലല്ലോ. ആദ്യമൊന്നും വിശക്കില്ല, തൊപ്പിക്കാരൻ പറഞ്ഞു. നിനക്കത് കുറച്ചു കഴിഞ്ഞാൽ ശീലമാകും. ഇഷ്ടമുള്ളിടത്തോളം ഇതിങ്ങനെ നിലനിർത്താനുമാകും. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്? ആലീസ് ചോദിച്ചു. തൊപ്പിക്കാരൻ സങ്കടത്തോടെ തലകുലുക്കി. അല്ല, ഞാനങ്ങനെയല്ല, അയാൾ പറഞ്ഞു. കഴിഞ്ഞ മാർച്ചിൽ ഇവന് ഭ്രാന്ത് വരുന്നതിന് മുമ്പ് ഞങ്ങൾ വഴക്കടിച്ചു. ആദ്യം രാജ്ഞി ഒരു കച്ചേരി നടത്തിയപ്പോൾ എനിക്ക് പാടേണ്ടി വന്നു. മാർച്ച് മുയലിന് നേരെ കയ്യിലുള്ള സ്പൂൺ ചൂണ്ടിക്കൊണ്ടാണ് അത് അയാൾ പറഞ്ഞത്. മിന്നി നടക്കും വവ്വാലെ എന്തു ചെയ്യുവാൻ പോകുന്നു? നിനക്ക് ഈ ഗാനം അറിയാമോ? ഇതുപോലൊരു ഗാനം ഞാൻ കേട്ടിട്ടുണ്ട്, ആലീസ് പറഞ്ഞു. ആ ഗാനം ഇങ്ങനെയാണ്, തൊപ്പിക്കാരൻ തുടർന്നു. ആകാശത്ത് പറക്കും നീ, ചായക്കോപ്പ കണക്കല്ലോ, മിന്നി നടക്കും. തോരപ്പൻ ഇത് കേട്ടൊന്ന് തലകുലുക്കി. അവൻ ഉറക്കത്തിൽ പാടാൻ തുടങ്ങി. മിന്നി 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 മിന്നി. ഒടുവിൽ അവർ അവനൊരു നുള്ളു കൊടുത്തപ്പോഴേ അവൻ പാട്ട് നിർത്തിയുള്ളൂ. ആദ്യത്തെ 4 വരി ഞാൻ മുഴുവിപ്പിച്ചില്ല. അതിനു മുമ്പേ രാജ്ഞി ചാടി എഴുന്നേറ്റ് അലറി. ഇവൻ സമയത്തെ കൊല്ലുന്നു, ഇവൻ്റെ തലവെട്ട്. അത് ഭയങ്കര ക്രൂരതയാ, ആലീസ് പറഞ്ഞു. പിന്നീട് ദുഃഖത്തോടെ തൊപ്പിക്കാരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവനൊന്നും ചെയ്യില്ല. എപ്പോൾ നോക്കിയാലും 6 മണി തന്നെ. അപ്പോഴാണ് ആലീസിന് ആ പുതിയ ആശയം പിടികിട്ടിയത്. അതാണല്ലേ ഇവിടെ ഈ ചായപാത്രങ്ങളിങ്ങനെ നിരന്നിരിക്കുന്നത്, അവൾ ചോദിച്ചു. അതുതന്നെ, ഒരു നെടുവീർപ്പോടെ തൊപ്പിക്കാരൻ പറഞ്ഞു. എപ്പോഴും എനിക്ക് ചായയുടെ സമയമാ. ഒരു ഇടവേള കിട്ടിയാലല്ലേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ മേശയ്ക്ക് ചുറ്റും മാറി മാറി ഇരിക്കും അല്ലേ? ആലീസ് ചോദിച്ചു. അങ്ങനെ തന്നെ, ഒരിക്കൽ ഇരുന്നിടത്ത് നിന്ന് മാറിയിരിക്കും, അയാൾ പറഞ്ഞു. പക്ഷേ വീണ്ടും തുടങ്ങിയ സ്ഥലത്തെത്തുമ്പോഴോ? അവൾ ചോദിച്ചു. ഒരു കോട്ടുവായിട്ട് അവരുടെ സംഭാഷണം തടസ്സപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ മാർച്ച് മുയൽ പറഞ്ഞു. നമുക്ക് മറ്റെന്തെങ്കിലും പറയാം, എനിക്കിത് മടുത്തു. ആലീസേ, നീ ഒരു കഥ പറയൂ. അയ്യോ, എനിക്കറിയില്ല, ആലീസ് പറഞ്ഞു. എന്നാൽ തൂരപ്പൻ പറയട്ടെ, മാർച്ച് മുയലും തൊപ്പിക്കാരനും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. എടാ തൂരപ്പാ, നീ എഴുന്നേൽക്ക്, അവൻ്റെ 2 വശത്തും പിടിച്ച് നുള്ളിക്കൊണ്ട് അവർ പറഞ്ഞു. തുരപ്പനെലി സാവധാനം കണ്ണു തുറന്നു. ഞാൻ ഉറങ്ങുകയല്ലായിരുന്നു, അവ്യക്തമായി അവൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നീ ഒരു കഥ പറഞ്ഞേ, മാർച്ച് മുയൽ ആവശ്യപ്പെട്ടു. പറയൂ, ആലീസും അവനെ പ്രേരിപ്പിച്ചു. വേഗം വേണം, അല്ലെങ്കിൽ നീ ഇപ്പോൾ വീണ്ടും ഉറങ്ങി തുടങ്ങും. തൊപ്പിക്കാരൻ അക്ഷമനായി. ഒരിക്കൽ ഒരിടത്ത് 3 സഹോദരിമാരുണ്ടായിരുന്നു. അവൻ തിരക്കിട്ട് കഥ പറയാൻ തുടങ്ങി. ഇംഗ്ലീഷ് സാഹിത്യകാരനായ ലൂയിസ് കാരലിൻ്റെ അത്ഭുത ലോകത്തിലെ ആലീസ് എന്ന നോവലിൻ്റെ 2ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.